മലങ്കര കാതലിക് TV-യിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി സഭാശാസ്ത്രം നാം പഠിക്കുകയായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ മോഡൽസ് ഓഫ് ദ ചർച്ച്, സഭയുടെ വിവിധ മാതൃകകൾ എന്താണ്, വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ദ ചർച്ച്, സഭയോടുള്ള വിവിധ സമീപനങ്ങൾ, വിവിധ കാഴ്ചപ്പാടുകൾ, ഇവ മനസ്സിലാക്കാനാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഞാൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞതോടുകൂടി 2 ഡിക്ലറേഷൻ പത്രോസ് നടത്തുകയാണ്. ഒന്നാമതായിട്ട് യേശു ദൈവപുത്രനാണ്. അനാദിയിലുള്ള യേശുവിൻ്റെ പുത്രത്വം പിതാവെന്നുണ്ടോ അന്ന് തന്നെ യേശുവും ഉണ്ട്, ദൈവപുത്രനും പിതാവിനോടൊപ്പമുണ്ട് എന്ന് പത്രോസ് സാക്ഷ്യം പറയുകയാണ്. അതുപോലെ തന്നെ അനാദിയിലെ പിതാവിനോടൊപ്പമായിരിക്കുന്ന പുത്രൻ മിശിഹായാണ്, അഭിഷിക്തനാണ്. അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ 3 വിഭാഗത്തിലുള്ള ആളുകളെയാണ് അഭിഷിക്തരായിട്ട് കരുതിയിരുന്നത്: പ്രവാചകന്മാരും, പുരോഹിതന്മാരും, രാജാക്കന്മാരും. അപ്പോൾ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ പുത്രൻ മിശിഹായാണെന്ന് പറയുമ്പോൾ അവൻ നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യ രാജാവുമാണ്. യേശുവിനുണ്ടായിരുന്ന ഈ ത്രിവിധ ദൗത്യങ്ങൾ, പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങളാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ദൗത്യങ്ങളായിട്ട് നൽകിയത്. പ്രവാചകൻ എന്ന നിലയിൽ പഠിപ്പിക്കുക, പുരോഹിത നിലയിൽ വിശുദ്ധീകരിക്കുക, രാജാവ് എന്ന നിലയിൽ നയിക്കുക, ഭരിക്കുക, ശുശ്രൂഷിക്കുക. ഈ ത്രിവിധ ദൗത്യങ്ങളാണ് യേശു ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പത്രോസിന് നേതൃത്വമുള്ള 12 അപ്പസ്തോലന്മാരുടെ സംഘത്തെ രൂപീകരിക്കുകയും അവർക്കാണ് പ്രത്യേക അധികാരം നൽകിയത്, ദൗത്യം നൽകിയത്, ശക്തി നൽകിയത്. അങ്ങനെ ഒരു ദൃശ്യമായ സഭ യേശു 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ രൂപപ്പെടുത്തി. ഈ 12 അപ്പസ്തോലന്മാരാകുന്ന പത്രോസിനാൽ നയിക്കപ്പെടുന്ന ഈ അപ്പസ്തോലിക സംഘം, ദൃശ്യമായ ഈ സംഘം, അതിന് ഈ ത്രിവിധങ്ങളായ ദൗത്യങ്ങളും ഏൽപ്പിച്ചു. ടീച്ച്, സാങ്ക്ടിഫൈ ആൻഡ് ഗവേൺ. ഈ ത്രിവിധ ദൗത്യങ്ങളാണ് സഭയ്ക്ക് ലോകാവസാനം വരെ നിർവഹിക്കാനുള്ളത്. പത്രോസ് നേതൃത്വം കൊടുക്കുന്ന ഈ അപ്പസ്തോലിക സംഘം അവരുടെ ശുശ്രൂഷ അവരുടെ പിൻഗാമികൾക്ക് കൈമാറി. പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായും മറ്റ് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരും ഈ അപ്പസ്തോലിക സംഘത്തെ ഇന്നും പ്രതിനിധീകരിക്കുന്നു. അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനെന്ന നിലയിൽ പത്രോസ് തൻ്റെ അധികാരം പിൻഗാമികളായ മാർപ്പാപ്പമാർക്ക് കൈമാറി. അതുകൊണ്ട് ഇന്ന് 266-ാമത്തെ മാർപ്പാപ്പ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ അപ്പസ്തോലിക സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ചുരുക്കത്തിൽ പത്രോസ് നേതൃത്വം കൊടുക്കുന്ന 12 അപ്പസ്തോലന്മാരുടെ സംഘത്തിനാണ് ഈ ദൗത്യമേൽപ്പിച്ചത്. ഈ ദൗത്യം ഇന്നും ഇടമുറിയാതെ യേശുവിന് ശേഷം 2023 വരെ ഇന്നും അഭംഗുരമായി, ദൃശ്യമായി ഇന്ന് സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. AD 325 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെടുകയും ക്രിസ്ത്യാനിയാകുകയും അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ക്രിസ്തീയ സമൂഹം റോമിലെ ഔദ്യോഗിക മതമായി തീരുകയും അങ്ങനെ രാജകീയമായ ആനുകൂല്യങ്ങളൊക്കെ സ്വീകരിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സഭയിൽ ക്രമേണ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭൗതികമായ, രാജകീയമായ, നിയമപരമായ ചിന്താധാരകൾ സഭയിൽ വളർന്നു വരികയുണ്ടായി. 4-ാം നൂറ്റാണ്ടിന് ശേഷം പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ ത്രിവിധ ദൗത്യങ്ങൾ നിയമത്തിൻ്റെയും അധികാരത്തിൻ്റെയും കർശന നിലപാടുകളുടെയും പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. 1054 ഉണ്ടായ പൗരസ്ത്യ പാശ്ചാത്യ പിളർപ്പ്
അത് സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കി. പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും രണ്ട് രീതിയിൽ വളരുവാനും ചിന്തിക്കുവാനും തുടങ്ങി. പാശ്ചാത്യ സഭാശാസ്ത്രം റോമൻ നിയമത്തിൻ്റെയും ചട്ടക്കൂടിൻ്റെയും പ്രത്യേക രീതിയിൽ വളർന്നു വരികയുണ്ടായി. 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ട് ഇരുണ്ട കാലഘട്ടം എന്നാണ് സഭാചരിത്രത്തിൽ അറിയപ്പെടുക. ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ നിയമത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭൗതികതയുടെയും പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ ഉണ്ടായ ചില തെറ്റായ ചിന്താധാരകളുടെ പ്രതിഫലനമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിലൂടെ സഭയുടെ ഈ ത്രിവിധ ദൗത്യങ്ങളെ അടിസ്ഥാനപരമായിട്ട് ചോദ്യം ചെയ്യുകയുണ്ടായി. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നുള്ള ഈ ദൃശ്യസഭയുടെ അടിസ്ഥാനപരമായ നിയമപരമായ അധികാരത്തെയും അതിൻ്റെ എല്ലാ തലങ്ങളെയും പ്രൊട്ടസ്റ്റന്റിസം ചോദ്യം ചെയ്യുകയുണ്ടായി. 1545-നും 1563-നും ഇടയിൽ നടന്ന ത്രന്തോസ് സുനോദോസ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് കൗണ്ടർ അറ്റാക്ക് നടത്തുകയുണ്ടായി. സഭയുടെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നുള്ള ഈ ത്രിവിധ ദൗത്യങ്ങൾക്കുള്ള സഭയുടെ ഉത്തരവാദിത്വത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയും വീണ്ടും അത് ശക്തമായ കാനോനികമായ പശ്ചാത്തലങ്ങളിൽ ഉറപ്പിക്കുവാനും സഭ പ്രത്യേകമായിട്ട് ത്രന്തോസ് സുനോദോസിലൂടെ പ്രത്യേകം പരിശ്രമിച്ചു. ഈ കാലഘട്ടങ്ങളിൽ കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ്, ഓർത്തഡോക്സ് സഭാശാസ്ത്രം വ്യത്യസ്തങ്ങളായ മാനങ്ങളിൽ വളരുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ സഭയെക്കുറിച്ചുള്ള ഈ വിവിധ മാനങ്ങൾ ചർച്ച ചെയ്യുക. സഭയുടെ വിവിധ മാതൃകകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സഭയെക്കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നാമതായിട്ട് ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സഭ ഒരു സ്ഥാപനമാണ്. സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചിന്താധാരയാണത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു മാതൃകയാണ് ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സഭയൊരു സ്ഥാപനമാണ്. ഒന്നാം വത്തിക്കാൻ സുനോദോസിൻ്റെ ചിന്താധാരയാണിത്. സഭ ദൃശ്യമായ ഒരു പെർഫെക്റ്റ് സൊസൈറ്റിയാണ്, ട്രൂ സൊസൈറ്റിയാണ്. സഭ എന്നത് ഒരു ദൃശ്യമായ ഒരു സമൂഹമാണ്. ഒരു ഭരണഘടനയുള്ള, കൃത്യമായ നിയമങ്ങളുള്ള, ഒരു ഭരണസമിതിയുള്ള, ഭരണഘടന അംഗീകരിക്കുന്ന യഥാർത്ഥ അംഗങ്ങളുള്ള, മൂർത്തമായ ദൃശ്യമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് സഭ. ഇത് ഒരു ദൃശ്യമായ സ്ഥാപനമാണ്. ചുരുക്കത്തിൽ ഇവിടെ സഭയെ ഒരു ദൃശ്യമായ അധികാരത്തോടു കൂടിയുള്ള, കൃത്യമായ ഭരണഘടനയോട് കൂടിയുള്ള, അധികാരവും ശക്തിയുമുള്ള ഭരണാധികാരിയോട് കൂടിയുള്ള ഒരു സ്ഥാപനമായി സഭയെ മനസ്സിലാക്കുന്നു. 1600-കളിൽ ജീവിച്ച റോബർട്ട് ബെല്ലാർമീൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ഈ സഭയുടെ ഈ ചിന്താധാരയ്ക്ക് അനുകൂലമായ ചിന്തകൾ നൽകുകയുണ്ടായി. യേശുവിൻ്റെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ ത്രിവിധ ദൗത്യങ്ങളോട് ചേർന്ന് സഭയുടെ സത്യവിശ്വാസം, സഭയുടെ കൂദാശകൾ, സഭയുടെ അധികാരം, ഇവയെ മൂന്നും ഉറപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹം സഭാശാസ്ത്രം രൂപപ്പെടുത്തുകയുണ്ടായി. മാർട്ടിൻ ലൂതറും പിൻഗാമികളും സഭയുടെ ഈ ത്രിവിധ ദൗത്യങ്ങളെ വെല്ലുവിളിച്ച പശ്ചാത്തലത്തിൽ അവയെ വീണ്ടും ഉറപ്പിക്കുന്നതിനാണ് ത്രന്തോസ് സുനോദോസും തുടർന്ന് ബെല്ലാർമീനും ഈ ചിന്താധാരകൾ രൂപപ്പെടുത്തിയത്. ബെല്ലാർമീൻ ഇപ്രകാരം സഭയെ നിർവചിക്കുകയാണ്: ഒരേ സത്യവിശ്വാസം പ്രഘോഷിക്കുന്നവരും ഒരേ കൂദാശയിൽ സംബന്ധിക്കുന്നവരും ക്രിസ്തുവിൻ്റെ വികാരിയും ഇടയനുമായ റോമൻ മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴിൽ ഉള്ളവരുമായ കൂട്ടായ്മയാണ്, സമൂഹമാണ് സഭ. സഭയെക്കുറിച്ചുള്ള ഈ നിർവചനത്തിലൂടെ ബെല്ലാർമീൻ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുക. ഒന്നാമതായിട്ട് സത്യവിശ്വാസം പ്രഘോഷിക്കുന്ന സഭ, യഥാർത്ഥ കൂദാശ സംസർഗം ഉള്ള സഭ, നിയമപരമായ ഇടയനോട് വിധേയത്വം പുലർത്തുന്ന സഭ. അങ്ങനെ യേശുവിൻ്റെ പ്രവാചക, പുരോഹിത, രാജകീയ
ദൗത്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ അടിസ്ഥാന ദൗത്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സഭാശാസ്ത്രമാണ് ബെല്ലാർമീൻ മുൻപോട്ട് വച്ചത്. ഈ 3 തലങ്ങളിലൂടെ ബെല്ലാർമീൻ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുകയുണ്ടായി: സത്യവിശ്വാസം പ്രഘോഷിക്കാത്തവർ ഈ സഭയുടെ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നില്ല. ചുരുക്കത്തിൽ മുസ്ലിമുകളും യഹൂദന്മാരും ഹിന്ദുക്കളും മറ്റു മതസ്ഥരും, ഹെരറ്റിക്സ് അഥവാ പാഷണ്ഡികൾ, അവരുമെല്ലാം ഈ കൂട്ടായ്മയ്ക്ക് പുറത്താണ്, സഭയ്ക്ക് പുറത്താണ് എന്ന് ബെല്ലാർമീൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, കൂദാശ സംസർഗം ഇല്ലാത്തവർ, കാറ്റക്യൂമെൻസ്, അതായത് വിശ്വാസ കൂട്ടായ്മയിലേക്ക് ഇതുവരെ കടന്നു വരാത്തവർ, അതുപോലെ തന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റഡ്, സഭയുടെ കൂദാശ സംസർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, അവരും ഈ ദൃശ്യസഭയുടെ കൂട്ടായ്മയ്ക്ക് പുറത്താണ്. മൂന്നാമതായിട്ട്, സഭയുടെ ഉന്നത അധികാരിയായ മാർപ്പാപ്പായ്ക്ക് വിധേയരാകാത്തവർ, അവരാണ് ശീഷ്മക്കാർ, ഷിസ്മാറ്റിക്. ചുരുക്കത്തിൽ ബെല്ലാർമീൻ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുകയുണ്ടായി: റോമാ മാർപ്പാപ്പയാൽ നയിക്കപ്പെടുന്ന കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഉള്ളവർ മാത്രമാണ് യഥാർത്ഥ സത്യസഭ. അതായത് റോമൻ കത്തോലിക്ക സഭയും അതിനോട് സംസർഗം പുലർത്തുന്ന പൗരസ്ത്യ കത്തോലിക്ക സഭകളും മാത്രമാണ് യഥാർത്ഥത്തിൽ സത്യസഭ എന്ന് അദ്ദേഹം അർത്ഥമാക്കുകയാണ്. ഈ ചിന്തകളെ ഒന്നാം വത്തിക്കാൻ സുനോദോസ് ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് ചെയ്തത്. സഭ ഒരു സ്ഥാപനമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന ഈ പഠിപ്പിക്കലിലൂടെ 3 കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കാനാണ് സഭ താല്പര്യപ്പെട്ടത്. യേശുവിൻ്റെ പ്രൊഫറ്റിക് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുക എന്നതിലൂടെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സത്യവിശ്വാസം പഠിപ്പിക്കുക, വിശുദ്ധ ലിഖിതം ദൈവവചനം പഠിപ്പിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, പ്രേക്ഷിത പ്രവർത്തനം, എല്ലാം അതിലൂടെ സഭ അർത്ഥമാക്കുന്നു. യേശുവിൻ്റെ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യേശു തൻ്റെ ജീവിതകാലത്ത് നടത്തിയ വിശുദ്ധീകരണ പ്രക്രിയകൾ, പാപമോചനം, മറ്റ് വിശുദ്ധീകരണ പ്രക്രിയകൾ, അത് സഭയിലൂടെ കൂദാശകളിലൂടെ അഭംഗുരം തുടരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ചിന്താധാര ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, യേശുവിൻ്റെ രാജകീയ ദൗത്യം, കിങ്ലി മിനിസ്ട്രി, ഭരിക്കുക, നയിക്കുക, ശുശ്രൂഷിക്കുക എന്നെല്ലാം അതിന് അർത്ഥമുണ്ട്. അതിലൂടെ യേശു തൻ്റെ ജീവിതകാലത്ത് നടത്തിയ നിരവധി ശുശ്രൂഷകളിലൂടെ സഭ ഇന്നും ഈ ശുശ്രൂഷകൾ തുടരേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഊന്നൽ നൽകുന്നുണ്ട്. ഇവ 3 ചേർന്നുള്ള ഒരു ദൃശ്യസഭ, അതാണ് സത്യസഭ എന്നതാണ് റോബർട്ട് ബെല്ലാർമീൻ്റെ ചിന്ത. ഈ ചിന്തകൾ അടിസ്ഥാനപരമായി ശരിയാണ്. ഈ ചിന്തകളെയാണ് ഒന്നാം വത്തിക്കാൻ സുനോദോസ് ഊന്നി പറഞ്ഞതും. ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചർച്ച് ആസ് എ പെർഫെക്റ്റ് സൊസൈറ്റി, എ ട്രൂ സൊസൈറ്റി, ഒരു ദൃശ്യമായ സമൂഹമാണ്, സ്ഥാപനമാണ് സഭ. സഭയൊരു സ്ഥാപനമാണ്, ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ചിന്താധാരയിൽ കാലക്രമേണ ചില തെറ്റായ ധാരണകൾ സഭയിൽ വന്നുകൂടിയുണ്ടായി. പ്രത്യേകിച്ചും 11-ാം നൂറ്റാണ്ടിന് ശേഷം, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം സഭ സ്ഥാപനം ആണ് എന്ന ചിന്താധാരയിലേക്ക് തെറ്റായ ചില സമീപനങ്ങൾ കടന്നു വന്നു. ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിന് പകരം ഇൻസ്റ്റിറ്റ്യൂഷണലിസം സഭയിൽ പതുക്കെ രൂപപ്പെടുകയുണ്ടായി. ഇൻസ്റ്റിറ്റ്യൂഷണലിസം അഥവാ സ്ഥാപനവാദത്തിലൂടെ ഈ ത്രിവിധ ദൗത്യങ്ങളെ അതിൻ്റെ ദൃശ്യമായ തലങ്ങളിൽ മാത്രം കാണാനായിട്ട് പരിശ്രമിക്കുകയുണ്ടായി. പഠിപ്പിക്കുവാൻ കുറേ ആളുകൾ, പഠിക്കാൻ മറ്റു കുറേ ആളുകൾ, വിശുദ്ധീകരിക്കാൻ കുറേ പേര്, വിശുദ്ധീകരിക്കപ്പെടാൻ മറ്റു ആളുകൾ, ഭരിക്കാൻ കുറേ ആളുകൾ, ഭരിക്കപ്പെടാൻ കുറേ ആളുകൾ. അങ്ങനെ വിശ്വാസ സമൂഹത്തെ 2 തട്ടായിട്ട് തിരിക്കുകയുണ്ടായി. ക്ലർജി ആൻഡ് ലെയ്റ്റി, ഒരു വശത്ത് പുരോഹിതരും മറ്റു വശത്ത് അൽമായരും. അങ്ങനെ 2 വ്യക്തമായ ഒരു ഡിവിഷൻ ഈ വിശ്വാസികളുടെ സമൂഹത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം വഴി ഉണ്ടായി. അതിൻ്റെ ഭാഗമായി സഭയിൽ വളർന്നു വന്ന ചിന്താധാരയാണ് ക്ലറിക്കലിസം, പൗരോഹിത്യവാദം,
അമിതമായ ക്ലറിക്കലിസത്തിലൂടെ വിശ്വാസികളുടെ മേൽ ശക്തിയും അധികാരവും ഒക്കെ പ്രയോഗിക്കുന്ന ഒരു മാനുഷിക തലത്തിലേക്ക് സഭ വളർന്നു വരികയുണ്ടായി. എല്ലാറ്റിനെയും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്ന ഒരു സാധാരണ സമൂഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു തലത്തിലേക്ക് സഭ അറിയാതെ വഴുതി വീഴുകയുണ്ടായി. ജൂറിഡിസിസം, എല്ലാറ്റിനെയും നിയമത്തിൻ്റെ കണ്ണിലൂടെ കാണാനായിട്ട് പരിശ്രമിക്കുകയുണ്ടായി. കൂദാശകളെപ്പോലും നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനും വ്യാഖ്യാനിക്കാനും അതിനകത്തെല്ലാം തെറ്റിയും ശരിയും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനും, അപ്പോൾ യഥാർത്ഥ ആത്മീയതയ്ക്കപ്പുറത്ത് എല്ലാറ്റിനെയും നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുവാനുള്ള ഒരു ചിന്താ രീതി ജൂറിഡിസിസം സഭയിൽ വളർന്നു വന്നു. അതുപോലെ തന്നെ ട്രയംഫിലിസം, വിജയാധിപത്യം, എല്ലാത്തിൻ്റെ മേൽ അധീശത്വം പുലർത്തുന്ന, എല്ലാത്തിൻ്റെ മേലും വിജയാധിപത്യം പുലർത്തുന്ന ഒരുതരം അമിതമായ അധീശത്വം സഭയിൽ വളർന്നു വരികയുണ്ടായി. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ സ്ഥാപനവാദത്തിൻ്റെ തെറ്റായ ചില ചിന്താധാരകളായിരുന്നു. ഈ ചിന്താധാരയിൽ ഒരു പിരമിഡ് സ്ട്രക്ചറുള്ള ഒരു സഭാശാസ്ത്രം രൂപപ്പെടുകയുണ്ടായി. ക്ലറിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരുമടങ്ങുന്ന ഒരു വിഭാഗം, അവർ പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഭരിക്കാനും അധികാരങ്ങളെല്ലാം കൈയടക്കുന്ന ഒരു വിഭാഗം. അതിന് താഴെയായിട്ട് ഭരിക്കപ്പെടുന്ന, വിശുദ്ധീകരിക്കപ്പെടുന്ന, പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം, ലെയ്റ്റി. അങ്ങനെ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ സഭയെ കാണുന്ന ചിന്താധാര രൂപപ്പെടുകയുണ്ടായി. ഇതിലൂടെ സഭ ഒരു ദൈവജനമാണ്, എല്ലാവരും സഭയിൽ ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ അവകാശവും ഒരേ ഡ്യൂട്ടിയുമാണ്. അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടായി. സഭയ്ക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗം രൂപപ്പെടുകയുണ്ടായി. അതിലൂടെ അധികാരവർഗവും അധികാരമില്ലാത്തവരും എന്ന നിലയിൽ അൽമായർ അവർ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യം നഷ്ടപ്പെട്ടവരായി. അതായത് വിശ്വാസ സമൂഹത്തിൽ അൽമായർ എന്ന് പറയുന്ന ആ സമൂഹം ഇനിഷ്യേറ്റീവ്സ് ഒന്നുമില്ലാതെ, പ്രതികരണമില്ലാതെ, അവർക്ക് പ്രത്യേക ഉത്തരവാദിത്വമോ കടമയോ ഒന്നുമില്ലാതെ ഒരു കൂട്ടായ്മ മാത്രമായിട്ട് അവർ ചുരുക്കപ്പെട്ടു. അങ്ങനെ ക്ലറിക്കലിസം സഭയിൽ ശക്തി പ്രാപിച്ചു, ജൂറിഡിസിസം സഭയിൽ ശക്തി പ്രാപിച്ചു, അതുപോലെ തന്നെ ട്രയംഫലിസം സഭയിൽ ശക്തി പ്രാപിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ചർച്ച്, സഭയുടെ സ്ഥാപനം എന്ന അടിസ്ഥാന ആശയം അതിൽ തന്നെ പക്വമായ ഒരു ചിന്താധാരയാണ്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം സഭയിലേക്ക് കടന്നു പോകുന്നതോടുകൂടി സഭയുടെ ഈ അടിസ്ഥാന യാഥാർത്ഥ്യത്തിൽ ധാരാളം പരിമിതികൾ വളർന്നു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. സഭയൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാലയം എന്നതുപോലെ സഭാമക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം സഭ പഠിപ്പിക്കുകയാണ്. രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം സഭ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നു, സത്യവിശ്വാസം പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു വീട്ടിലെ ഊണുമുറി പോലെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ഒരു ഭവനമായിട്ട് നമുക്ക് സഭയെ കാണാനായിട്ട് സാധിക്കും. ഒരു സഭയിലെ ഊണുമുറി പോലെ സഭാമക്കളെ സഭ തീറ്റിപ്പോറ്റുന്നു. ഒരു ആശുപത്രി പോലെ മക്കളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് ആടുകൾക്ക് ഇടയനെ പോലെ ആടുകളെ നേരായ മാർഗത്തിൽ നയിക്കുന്നു. സഭ തൻ്റെ മക്കൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. സഭ തൻ്റെ മക്കൾക്ക് കാവൽ നിൽക്കുന്നു. സഭ പത്രോസിനാൽ നയിക്കപ്പെടുന്ന ആ വലിയ കപ്പലിലൂടെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നു. സഭ ഒരു സ്ഥാപനം എന്ന നിലയിൽ അടിസ്ഥാനപരമായ ചിന്തകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ സഭ സ്ഥാപനം എന്ന നിലയിൽ സഭയിലുണ്ടായ അപജയങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണയിലേക്ക് സഭ വഴുതി മാറി. അതിലൂടെ ക്ലറിക്കലിസം, ജൂറിഡിസിസം, ട്രയംഫലിസം ഒക്കെ സഭയിൽ ശക്തമായി. അത് സഭയിലെ രണ്ട് വിഭാഗമായിട്ട് സഭയെ മാറ്റി. സഭയിലെ അൽമായരുടെ ധാരാളം പ്രവർത്തനങ്ങളെ അത് മന്ദീഭവിപ്പിച്ചു. സഭയ്ക്കുള്ളിൽ വിവിധ പ്രതിസന്ധികൾ അതുവഴി രൂപപ്പെടുകയുണ്ടായി. ഈ ചിന്താധാരയിൽ സഭയ്ക്ക് പുറത്തുള്ളവർ, സത്യവിശ്വാസമില്ലാത്തവർ, യഥാർത്ഥ കൂദാശ സംസർഗമില്ലാത്തവർ, പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായാൽ നയിക്കപ്പെടാത്തവർ, അവരെല്ലാം സഭയ്ക്ക് പുറത്താണ്. അവർക്കാർക്കും രക്ഷയില്ല.
നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ റോമൻ കാത്തലിക് ചർച്ച് എന്ന് ഒന്നാം വത്തിക്കാൻ സൂനോദോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയുണ്ടായി. ദൃശ്യമായ ഈ സഭയ്ക്കുള്ളിലാണ് രക്ഷയുടെ സാധ്യതയെന്ന് സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചിന്താധാരയായ സഭ ഒരു സ്ഥാപനമാണ്, ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ശക്തമായപ്പോൾ അതിനെതിരെ വ്യാപകമായ എതിർപ്പ് സഭയിൽ രൂപപ്പെടുകയുണ്ടായി. കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ നിന്നും കത്തോലിക്കാ സഭയ്ക്ക് പുറത്തു നിന്നും ധാരാളം എതിർപ്പുകൾ ശക്തമാകുകയുണ്ടായി. അപ്പോൾ ഈ ഒന്നാമത്തെ ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം അത് ദൃശ്യമാണ്, പുറമേയുള്ളതാണ്, മാനുഷികമാണ്. അതിന് എതിരായി രൂപപ്പെട്ട ഒരു ചിന്താധാരയാണ് രണ്ടാമത്തെ മാതൃക, രണ്ടാമത്തെ മോഡൽ, ചർച്ച് ആസ് മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ. സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ സംസർഗമാണ്. സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ കൂട്ടായ്മയാണ്. ദൃശ്യമായതിനും പുറമേയുള്ളതിനും മാനുഷികമായതിനും കൂടുതൽ ഊന്നൽ നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ദൃശ്യമായതൊന്നുമല്ല സഭ, ഈ കാണപ്പെടുന്ന ഒന്നുമല്ല സഭ. പിന്നെന്താണ് സഭ? സഭയെന്ന് പറയുന്നത് അത് അദൃശ്യമാണ്, അത് അകമേയുള്ളതാണ്, അത് ദൈവികമാണ് എന്നുള്ള ചിന്താധാരയാണ് ഈ രണ്ടാമത്തെ മോഡൽ അവതരിപ്പിക്കുക, ചർച്ച് ആസ് മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ. സഭ ഒരു ആത്മീയ സംസർഗമാണ്. സഭ ഒരു സ്ഥാപനമാണെന്ന് പറയുമ്പോൾ നിയമപരമായുള്ള അധികാരത്തിന് കീഴിൽ മാമോദിസ സ്വീകരിച്ച വിശ്വാസികളുടെ കൂട്ടായ്മയാണ്, ദൃശ്യമായ കൂട്ടായ്മയാണ് സഭ എന്നതുകൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. എന്നാൽ സഭ ഒരു ആത്മീയ സംസർഗമാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തോട് ചേർന്ന് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. അത് അദൃശ്യമാണ്, അത് ആന്തരികമാണ്, അത് ദൈവികമാണ്. അപ്പോൾ യഥാർത്ഥ സഭയെ സഭയാക്കുന്നത് പുറമേ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, പിന്നെയോ സഭയെ സഭയാക്കുന്നത് യേശുവിൻ്റെ അദൃശ്യ സാന്നിധ്യമാണ്, അഥവാ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് സഭയെ സഭയാക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചിന്താധാരയ്ക്ക് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ളൊരു ചിന്താധാരയായിരുന്നു ചർച്ച് ആസ് എ മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ. അമിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും മാറി നിൽക്കാൻ സഭയെ പ്രേരിപ്പിക്കുന്ന ചിന്താധാരയായിരുന്നു ഈ രണ്ടാമത്തേത്. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സഭ അത് നൈസർഗികമാണ്, സ്വാഭാവികമാണ്, ഓർഗാനിക്കാണ്, സമൂഹപരമാണ്, അതേസമയം അത് ആത്മീയമായൊരു കൂട്ടായ്മയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ രണ്ട് ചിന്താധാരകളിൽ അധിഷ്ഠിതമായാണ് ഈ രണ്ടാമത്തെ ചിന്ത രൂപപ്പെട്ടു വന്നത്. ഒന്നാമത്, സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്, ചർച്ച് ആസ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ പഠിച്ചതാണ്. യേശു ആണ് ഈ ദൃശ്യസഭയുടെ തല. യേശു ശിരസ്സും നാം എല്ലാവരും, സഭാംഗങ്ങളെല്ലാവരും ആ ശിരസ്സിലെ ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ്. യേശു ശിരസ്സും സഭാമക്കളെല്ലാവരും ആ ശരീരത്തിലെ അംഗങ്ങളുമായിരിക്കുന്ന ഒരു മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ, യേശുമായിട്ടുള്ള ഒരു അദൃശ്യമായ കൂട്ടായ്മ. ഇത് പരിശുദ്ധാത്മാവാണ് ഈ ബന്ധത്തെ ബലപ്പെടുത്തുന്നത്. യേശുവും തൻ്റെ ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധത്തെ രൂപപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ചർച്ച് ആസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്, മിസ്റ്റിക്കൽ ബോഡി, സഭ മൗതിക ശരീരമാണ് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചിന്താധാരയിൽ നിന്നുമാണ് ഈ രണ്ടാമത്തെ ചിന്താധാര ശക്തിപ്പെട്ട് വന്നത്. അതുപോലെ തന്നെ ചർച്ച് ആസ് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജനമാണ് സഭ. പഴയ നിയമത്തിലും ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനാൽ വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം, എക്ലേസിയ, അത് ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ സഭ ദൈവജനമെന്നും സഭ യേശുവിൻ്റെ ശരീരമാണെന്നുള്ള ഈ രണ്ട് അടിസ്ഥാന ചിന്താധാരയിൽ രൂപപ്പെട്ട ഒരു മോഡലാണ് ചർച്ച് ആസ് എ മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ. സഭ ആത്മീയമായ അദൃശ്യമായ ഒരു സംസർഗമാണ്, കൂട്ടായ്മയാണ്. ഈ മാതൃകയിലൂടെ സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെയും സഭയും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെയും ഇത് ഊന്നിപ്പറയുന്നുണ്ട്. ഈ തലം സഭയുടെ
ആത്മീയമായതും അതിസ്വാഭാവികമായതുമായ തലങ്ങളെ ഇത് ധാരാളമായി സ്പർശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ രണ്ടാമത്തെ ഈ മോഡലിലൂടെ അർത്ഥം വെക്കുക, ഒരു ദൃശ്യസഭയേക്കാൾ ഉപരിയായി നിയമത്തിൻ്റെയും ചട്ടക്കൂടിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ചിന്താധാരയ്ക്കപ്പുറത്ത് ആത്മീയമായ ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസർഗമാണ് സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് അദൃശ്യമാണ്, അത് ആന്തരികമാണ്, അത് ദൈവികമാണ് സഭയെന്ന് പറയുന്ന യാഥാർത്ഥ്യം. എന്നാൽ ഈ ചിന്താധാരയ്ക്കും ധാരാളമായ എതിർപ്പുകളുണ്ടായി. ദൃശ്യസഭയെ, പുറമേയുള്ള സഭയെ, മാനുഷികമായ സഭയുടെ തലങ്ങളെ ഖണ്ഡിക്കുന്ന വഴിയായിട്ട് ദൃശ്യസഭയെയും ആത്മീയസഭയും തമ്മിൽ വ്യക്തമായും കൃത്യമായും യോജിപ്പിക്കുവാൻ ഈ ചിന്താധാരയ്ക്ക് സാധിച്ചില്ല. സഭ ആയിരിക്കുന്ന അവസ്ഥയേക്കാൾ അമിതമായ ഒരു ദൈവീകരണം, ഡിവിനൈസേഷൻ സഭയ്ക്ക് ഈ തലം നൽകുന്നു. സഭ യഥാർത്ഥത്തിൽ പച്ച ജീവിതങ്ങളുള്ള മനുഷ്യരുടെ ദൃശ്യമായ കൂട്ടായ്മയാണെന്നുള്ള ഈ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ സഭയ്ക്കുള്ള ആത്മീയ തലത്തെ കൂടുതൽ ഇത് ഊന്നി പറഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനം, മാമോദീസ, സഭയിലെ അംഗത്വം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ മാതൃക വേണ്ടത്ര വ്യക്തതയും കൃത്യതയും പുലർത്തുന്നില്ല. ആരാണ് സഭയ്ക്കുള്ളിലുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല. ആരൊക്കെ രക്ഷപ്പെടും എന്നതിനും തീർച്ചയില്ല. ആരൊക്കെയാണ് സഭയ്ക്കുള്ളിലുള്ളതെന്നും ആരൊക്കെയാണ് രക്ഷപ്പെടുന്നതെന്നും കൃത്യമായിട്ട് ഈ രണ്ടാമത്തെ തലം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ചിന്താധാരയ്ക്ക് നേരെ ഘടകവിരുദ്ധമായി രൂപപ്പെട്ട ഒരു ചിന്താധാരയായിരുന്നു ചർച്ച് ആസ് എ മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ. ഈ രണ്ട് ചിന്താധാരകൾ വിവിധ രീതിയിൽ സഭയിൽ ശക്തമായപ്പോൾ മൂന്നാമതൊരു ചിന്താധാരയിലേക്ക് സഭ വളർന്നു വരികയുണ്ടായി. അതാണ് ചർച്ച് ആസ് സാക്രമെൻറ്റ്. സഭ ഒരു കൂദാശയാണ്. രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ അടിസ്ഥാനപരമായ ചിന്തയാണ് ചർച്ച് ആസ് സാക്രമെൻറ്റ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും തലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായ കാഴ്ചപ്പാട് സഭയ്ക്ക് നൽകാൻ, ഒരു കൃത്യമായ മോഡൽ സഭയ്ക്ക് നൽകാൻ രണ്ടാം വത്തിക്കാൻ സുനോദോസിന് സാധിച്ചു. നമ്മളതാണ് ഇനി മൂന്നാമത്തെ തലം നാം പഠിക്കുക. ചർച്ച് ആസ് സാക്രമെൻറ്റ്. സഭയൊരു കൂദാശയാണ്. സഭ ഒരു സ്ഥാപനമാണെന്നും സഭ ഒരാത്മീയമായ സംസർഗമാണെന്നുമുള്ള രണ്ട് ചിന്താധാരകൾ രണ്ട് എക്സ്ട്രീം പൊസിഷനിലാണ് മുൻപോട്ട് നീങ്ങിയത്. എന്നാൽ ഇവയെ രണ്ടിനെയും കൂടി സംയോജിപ്പിച്ചുള്ള ഒരു ചിന്താധാരയാണ് ചർച്ച് ആസ് സാക്രമെൻറ്റ്. സഭ ഒരു കൂദാശയാണ് എന്നതിലൂടെ രണ്ടാം വത്തിക്കാൻ സുനോദോസ് മുൻപോട്ട് വെച്ചത്. ചുരുക്കത്തിൽ സഭയുടെ ദൃശ്യഘടനയെയും അദൃശ്യമായ ദൈവസാന്നിധ്യത്തെയും വേർതിരിക്കാനാവില്ല. മാനുഷികമായതിനെയും ദൈവികമായതിനെയും വേർതിരിക്കാനാവില്ല. പുറമേയുള്ളതിനെയും അകമേയുള്ളതിനെയും വേർതിരിക്കാനാവില്ല. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ ഒരു ചിന്തയാണ് സഭ ഒരു കൂദാശയാണ് എന്നുള്ളത്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവകൃപ മനുഷ്യരിലേക്ക് ചൊരിയുന്ന കർമ്മങ്ങളാണ് കൂദാശകൾ. സഭയ്ക്ക് ദൃശ്യവും അദൃശ്യവുമായ ഘടനയുണ്ട്. യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു. ഒരുപക്ഷേ നാം പുറമേ കാണുമ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വമാണ് നമ്മൾ കാണുക. പക്ഷേ ആ മനുഷ്യത്വത്തിനുള്ളിൽ യേശുവിൻ്റെ ദൈവികത നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ യേശുവിന് രണ്ട് സ്വഭാവമുള്ളതുപോലെ സഭയ്ക്കും രണ്ട് സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അതിന് ദൃശ്യമായൊരു യാഥാർത്ഥ്യമുണ്ട്, അതേസമയം തന്നെ അതിന് അദൃശ്യമായ ഒരു ദൈവിക യാഥാർത്ഥ്യവുമുണ്ട്. സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു. 771 നമ്പറിൽ ഹൈരാർക്കിപരമായ അവയവങ്ങളോട് കൂടിയ ഘടനയുള്ള സമൂഹവും അതേസമയം ക്രിസ്തുവിൻ്റെ മൗതിക ശരീരവുമാണ് സഭ. ദൃശ്യമായ സമൂഹവും അതേസമയം ആത്മീകമായ സമൂഹവുമാണ് സഭ. ഭൂമിയിലുള്ള സഭയും അതേസമയം സ്വർഗീയ നന്മകളാൽ അലങ്കൃതയുമായ സഭയാണ്. ചുരുക്കത്തിൽ മാനുഷികവും ദൈവികവുമായ ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്ന അതിസങ്കീർണമായ ഒരു യാഥാർത്ഥ്യമാണ് സഭ എന്നത്.
സഭയെക്കുറിച്ച് വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു. 772 സഭയുടെ ഘടന മുഴുവനും ക്രിസ്തുവിൻ്റെ അവയവങ്ങളുടെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ക്രമപ്പെടുത്തിയിട്ടുള്ളതാണ്. എവിടെ തൻ്റെ മണവാട്ടി സ്നേഹദാനം വഴി മണവാളിൻ്റെ ദാനത്തോട് പ്രത്യുത്തരിക്കുന്നുവോ ആ മഹാരഹസ്യത്തിനനുസരിച്ചാണ് വിശുദ്ധി നിർണയിക്കപ്പെടുന്നത്. സഭയെ കൂദാശ എന്ന് പറയുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്രകാരം പഠിപ്പിക്കുന്നു. രക്ഷയുടെ സാർവത്രിക കൂദാശയാണ് സഭ. വിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതുമായ അവിടുത്തെ മനുഷ്യപ്രകൃതിയാണ് രക്ഷയുടെ കൂദാശ. അത് സഭയുടെ കൂദാശകളിൽ വെളിപ്പെടുത്തപ്പെടുന്നതും പ്രവർത്തന നിരതവുമായിരിക്കുന്നതുമാണ്. ശിരസാകുന്ന ക്രിസ്തുവിൻ്റെ കൃപാവരം അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപിപ്പിക്കുന്നതിനുപയോഗിക്കുന്ന അടയാളങ്ങളും ഉപകരണങ്ങളുമാണ് കൂദാശകൾ. അപ്പോൾ കൂദാശയെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ശിരസാകുന്ന ക്രിസ്തുവിൻ്റെ കൃപാവരം അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് വഴി വ്യാപിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങളും ഉപകരണങ്ങളുമാണ് കൂദാശകൾ. അതുകൊണ്ട് സഭ താൻ സൂചിപ്പിക്കുന്ന അദൃശ്യമായ കൃപാവരത്തെ ഉൾക്കൊള്ളുന്നവളും പകർന്നു കൊടുക്കുന്നവളുമാണ്. സാധർമ്മ്യപരമായ ഈ അർത്ഥത്തിലാണ് സഭ കൂദാശ എന്ന് പറയപ്പെടുന്നത്. സഭ തന്നെ കൂദാശയാണ്. ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ കൃപ മനുഷ്യരിലേക്ക് ഒഴുകുന്ന കർമ്മങ്ങളാണ്. കൂദാശ എന്ന നിലയിൽ സഭ ക്രിസ്തുവിൻ്റെ ഉപകരണമാണ്. സഭയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ അദൃശ്യമായ കൃപകൾ മനുഷ്യനിലേക്ക് ഒഴുകുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ കൂദാശയാണ് യേശു ക്രിസ്തു. യേശുവാകുന്ന ദൃശ്യമായ അടയാളത്തിലൂടെ വ്യക്തിയിലൂടെ പിതാവായ ദൈവത്തെ നാം കാണുകയും പിതാവായ ദൈവത്തെ നാം മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിതാവിൻ്റെ കൂദാശയാണ് പുത്രൻ. പുത്രൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൂദാശയാണ് സഭ. യേശുക്രിസ്തുവിനെ നാം കാണുന്നതും കേൾക്കുന്നതും സഭയാകുന്ന അടയാളത്തിലൂടെയാണ്, പ്രതീകത്തിലൂടെയാണ്. യേശുക്രിസ്തു സഭയിലൂടെ തൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും മനുഷ്യരുടെ മേൽ ചൊരിയുന്നു. അതുകൊണ്ട് സഭ യേശുക്രിസ്തുവിൻ്റെ കൂദാശയാണ്. സഭ കൂദാശയായതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നമുക്ക് ആത്മീയമായി പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് സഭയാകുന്ന കൂദാശയ്ക്കുള്ളിൽ 7 വ്യത്യസ്തങ്ങളായ കൂദാശകളുണ്ട്. സഭ അതിൽ തന്നെ ഒരു കൂദാശയാണെന്ന് സഭ പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഇതിലൂടെ മനുഷ്യവംശത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യമായ പദ്ധതിയാണ് സഭ. എന്തെന്നാൽ മനുഷ്യവംശം മുഴുവനും ഏക ദൈവജനമാകണമെന്നും ക്രിസ്തുവിൻ്റെ ഒറ്റ ശരീരമായി രൂപപ്പെടണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ഏക ആലയമായി പണിതുയർത്തപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. മതബോധന ഗ്രന്ഥം 776. ചുരുക്കത്തിൽ ആദ്യത്തെ 2 ചിന്താധാരകളെ ഒന്നിപ്പിക്കുന്ന, സമഗ്രമായി സംയോജിപ്പിക്കുന്ന ഒരു ചിന്താധാരയാണ് സഭ ഒരു കൂദാശയാണ് എന്നുള്ളത്. സഭ അടിസ്ഥാന കൂദാശയാണെന്നും സഭയ്ക്കുള്ളിൽ 7 കൂദാശകളുണ്ടെന്നും ഈ ചിന്താധാര പഠിപ്പിക്കുന്നു. സഭ ഒരു കൂദാശയാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ മാതൃകയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമത്തെ തലമായ സഭ ഒരു സ്ഥാപനമാണ്. ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിൻ്റെ ദൃശ്യമായ അഥവാ കാണപ്പെടുന്ന മാനുഷികമായ ഘടനയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ സഭയ്ക്കുള്ളിലുള്ള അദൃശ്യമായ ആത്മീയമായ ദൈവികമായ അദൃശ്യമായ ദൈവസാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവാത്മാവിൻ്റെ ഇടപെടൽ, ദൃശ്യമായ ഈ സംവിധാനത്തിനുള്ളിൽ ദൈവം വസിക്കുന്നു, ദൈവം ഇടപെടുന്നു എന്നുള്ള കൃത്യമായ ബോധ്യം ഈ ചിന്താധാര നൽകുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം മാതൃകകളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് സഭ ഒരു കൂദാശയാണ് എന്നുള്ള ചിന്ത രൂപപ്പെടുത്തിയിരിക്കുക. ഈ ചിന്ത മനസ്സിലാക്കാൻ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം, സഭ ഒരു സക്രാരിയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ചർച്ച് ആസ് ടാബർനാക്കിൾ, അതായത് നമുക്കറിയാം ഒരു സക്രാരി എന്ന് പറയുമ്പോൾ അതിന് കാണപ്പെടുന്നൊരു ചട്ടക്കൂടുണ്ട്. പുറമേ വളരെ ബലവത്തായ ഇരുമ്പ് തകിട് കൊണ്ടുള്ള സ്വർണം പൂശിയ വളരെ മനോഹരമായ ഒരു ബലവത്തായ സ്ട്രക്ചർ. എന്നാൽ കടയിൽ ഒരു സക്രാരി ഇരിക്കുന്നത് കണ്ട് ആരും പോയി അവിടെ മുട്ടുകുത്താറില്ല, കുരിശ് വരയ്ക്കാറില്ല.
സക്രാരിയാക്കുന്നത് അതിനുള്ളിൽ വച്ചിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ദേവാലയത്തിൽ സക്രാരിക്കുള്ളിൽ യേശുവിൻ്റെ തിരുശരീരം അവിടെ വച്ചിരിക്കുന്നതുകൊണ്ടാണ് നാം ആ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പോൾ സക്രാരിയാക്കുന്നത് സക്രാരിക്കുള്ളിൽ വച്ചിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ചുരുക്കത്തിൽ പുറമേയുള്ള സക്രാരി നാം കാണുമ്പോൾ അതിനുള്ളിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് ചെയ്യുക. ഇത് രണ്ടും പരസ്പരം ആവശ്യമാണ്. സക്രാരിയാക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ സക്രാരി ഇല്ലാതെ വിസ്തുർബാന തനിച്ച് അൾത്താരയിൽ വെച്ചിട്ട് പോകാറില്ല. അത് അങ്ങനെ വെച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ അത് കാണണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഒരു ചട്ടക്കൂടിനുള്ളിലാണ് വിസ്തുർബാന സംരക്ഷിക്കുക. അപ്പോൾ ഈ ദൃശ്യമായ ഈ ഘടനയും അദൃശ്യമായ ഈ യേശു സാന്നിധ്യവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് സഭയൊരു സക്രാരിയാണ്, ടാബർനാക്കിളാണ് എന്നുള്ള ഒരു ഉദാഹരണം. ദൃശ്യമായ അദൃശ്യമായ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ഒന്നിച്ച് സമന്വയിപ്പിക്കാൻ ഇവിടെ നമുക്ക് സാധിക്കും. എന്നാൽ ഈ മൂന്നാമത്തെ തലത്തിന് വളരെ എതിരായ ചിന്താധാരകളും പിന്നീട് രൂപപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിൽ നിന്നാണ് ഇതിനെതിരെയുള്ള ചിന്തകൾ ശക്തിപ്പെട്ടത്. സഭ ഒരു കൂദാശയാണ് എന്നുള്ള ഈ ഒരു ചിന്താധാരയിൽ കർത്താവിൻ്റെ പ്രൊഫറ്റിക് മിനിസ്ട്രിക്ക് വേണ്ടത്ര ഊന്നൽ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ദൈവവചനത്തിന് വേണ്ടത്ര ഊന്നൽ നൽകിയിട്ടില്ല. സഭയ്ക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് വേണ്ടത്ര ഊന്നൽ നൽകിയിട്ടില്ല എന്നൊക്കെയുള്ള ധാരാളം വിമർശനങ്ങൾ ഈ മൂന്നാമത്തെ മാതൃകയ്ക്ക് എതിരായിട്ട് പറയപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രീസ്റ്റ്ലി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് ഈ ചിന്താധാര രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ പൗരോഹിത്യപരമായ അല്ലെങ്കിൽ സാക്രമെൻ്റലായിട്ടുള്ള കർത്താവിൻ്റെ ഇടപെടലുകൾക്കാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യം എന്നാണ് ഇതിനെതിരെയുള്ള വിമർശനം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നാലാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുക. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് ചർച്ച് ആസ് ഹെറാൾഡ്. സഭ പ്രഘോഷകയാണ്. സഭ ഒരു സന്ദേശം പ്രഘോഷിക്കുന്നവളാണ്. ദിസ് മോഡൽ ഈസ് എ കെറിഗ്മാറ്റിക് മോഡൽ. ഇത് സന്ദേശപരമാണ് ഈ മാതൃകയുടെ പ്രത്യേക ലക്ഷ്യം. സഭ ഒരു പ്രഘോഷകയാണ്. നമുക്കറിയാം, യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ ദൈവരാജ്യ പ്രഘോഷണത്തോടു കൂടിയാണ്. മർക്കോസ് 1:15. അതുപോലെ തന്നെ കർത്താവ് ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മാൻഡേറ്റും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. മർക്കോസ് 16:15. അപ്പോൾ സഭയുടെ അടിസ്ഥാന ഉത്തരവാദിത്വം എന്ന് പറയുക ദൈവരാജ്യ പ്രഘോഷണമാണ്. അപ്പോൾ ദൈവവചനവുമായി ബന്ധപ്പെട്ടാണ് സഭയുടെ എല്ലാ ശുശ്രൂഷകളും. അതുകൊണ്ട് സഭയുടെ അടിസ്ഥാന ദൗത്യം ദൈവവചന പ്രഘോഷണമാണ്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ആത്മാവ് ശ്വസിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് സഭയുണ്ട് എന്നുള്ളതാണ് ഈ മോഡലിൻ്റെ പ്രത്യേകമായ ചിന്താധാര. അതായത് വിസ്തുർബാനയുള്ളിടത്ത് യേശുവുണ്ട്, അവിടെ സഭയുണ്ട് എന്ന് പറഞ്ഞ ചിന്താധാരയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എവിടെ ദൈവദിനം പ്രഘോഷിക്കുമോ, ദൈവദിനം കേൾക്കുമോ അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ സഭയുണ്ട്. അതായത് ഒരാൾ ദൈവദിനം വായിക്കുമ്പോൾ, അത് പ്രഘോഷിക്കുമ്പോൾ അവിടെ യേശു വ്യക്തിപരമായി സന്നിഹിതനാണ്. അതുകൊണ്ട് യേശു ഉള്ളിടത്ത് സഭയുണ്ട്. വചനം പ്രഘോഷിക്കുന്നിടത്ത് യേശുവുണ്ട്, യേശു ഉള്ളിടത്ത് സഭയുണ്ട്. ദൈവവചനവുമായി ബന്ധപ്പെട്ടാണ് ഈ നാലാമത്തെ മോഡൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ദൈവവചനം കേൾക്കപ്പെടുന്ന സ്ഥലമാണ് സഭ. ദൈവവചനത്തെ സഭ ബ്രാക്കറ്റിലാക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ബന്ധനത്തിലാക്കുകയോ ചെയ്യരുത്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന ഇടമാണ് സഭ. മറ്റൊരു വാക്കിൽ വചനത്താൽ ഒന്നിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ് സഭ. സഭ ദൈവത്തെ മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്ന ഇടമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കാൾബാർത്ത്, ലൂതർ എന്നിവരെയൊക്കെ ഈ ചിന്താധാരയുടെ പ്രധാന ആളുകളാണ്. സഭ വിശ്വാസത്തിൻ്റെ ഒരു ഓബ്ജക്റ്റ് അല്ല എന്നും സഭയെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുമൊക്കെയാണ് ഈ കൂട്ടരുടെ ചിന്താധാര. ഇത് കത്തോലിക്കാ സഭയുടെ പൗരസ്ത്യ സഭയുടെ ചിന്താധാരയ്ക്ക് കടകവിരുദ്ധമാണ്. സഭയിൽ വിശ്വസിക്കുന്നു, സഭയെ വിശ്വസിക്കുന്നുവെന്ന്
നാം നൈസ്യൻ ക്രീഡിൽ ഏറ്റുചൊല്ലുമ്പോൾ സഭയെ വിശ്വസിക്കേണ്ട, സഭ വിശ്വാസത്തിൻ്റെ ഓബ്ജക്റ്റ് അല്ല എന്നാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് ചിന്താധാര സൂചിപ്പിക്കുക. യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെയും വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെയും പ്രഘോഷകയാണ് അടിസ്ഥാനപരമായി സഭ. വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് വചനം ആധികാരികത ഉള്ളതാകുന്നു. അവിടെ യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. സഭയെയും ദൈവവചനത്തെയും വേർതിരിക്കാനാവില്ല. സഭയെ ആക്കിത്തീർക്കുക, സഭയെ രൂപവത്കരിക്കുക ദൈവവചനത്തിലാണ്, ദൈവവചനം കൊണ്ടാണ്. സഭ ഒരു കൂട്ടായ്മയായി തീരുന്നത് പ്രഘോഷണത്തിലൂടെയാണ്. കൗദാശികപരമായ മാതൃക, സാക്രമെൻ്റൽ മോഡൽ ദൈവവചനത്തിന് രണ്ടാമതായി നിൽക്കുന്നതാണ്. ഒരു പ്രാദേശിക സമൂഹത്തിൽ ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത് യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചറുമായി സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പ്രാദേശിക സഭ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഇക്കൂട്ടർ ചിന്തിക്കുന്നത്. പ്രാദേശിക സഭകൾ തമ്മിലുള്ള ബന്ധം അഭികാമ്യം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. മുഴുവൻ സഭയുടെയും ഐക്യം എന്ന് പറയുന്നത് ഒരേ സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഐക്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ കാണുക. പ്രാദേശിക സമൂഹത്തിൽ വിശ്വാസം, ആരാധന, ശുശ്രൂഷ എന്നിവയിൽ വൈവിധ്യം കാണാം. അത് സ്വാഭാവികമാണ് എന്ന് ഈ കൂട്ടർ ചിന്തിക്കുന്നു. സഭയുടെ നിലനിൽപ്പിന് ഒരു പ്രത്യേകതരം ഭരണക്രമം ആവശ്യമില്ല. സഭയുടെ നിലനിൽപ്പിന് ഒരു പൗരോഹിത്യ ശ്രേണിയുടെ ആവശ്യമില്ല എന്നൊക്കെ ഈ കൂട്ടർ ചിന്തിക്കുന്നു. ചുരുക്കത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയിൽ വചനം പ്രഘോഷിക്കപ്പെടുന്നൊരിടത്ത് സഭ നിലനിൽക്കുന്നു എന്നാണ് അവരുടെ ചിന്താധാര. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. അവിടെ യേശു ഉണ്ടെങ്കിൽ അവിടെ സഭയുണ്ട്. ചുരുക്കത്തിൽ യേശുവിൻ്റെ നാമത്തിൽ 2-3 പേർ ഒന്നിച്ചു കൂടുന്നിടത്ത് അവിടെ യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. ആ സഭ ലോകത്തിലെ മറ്റൊരു സ്ട്രക്ചറുമായിട്ടും ബന്ധപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അത് അതിൽ തന്നെ പൂർണ്ണമാണ്, സമഗ്രമാണ്, പൂർണ്ണ സഭയാണ് എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റൻ്റ് ചിന്താധാര. യേശുവിൻ്റെ നാമത്തിൽ സഭയായി ഒന്നിച്ചു കൂടുന്നിടത്ത് യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. ഒരേ യേശുവിനെ ഏറ്റുപറയുകയും ഒരേ യേശുവിൽ വിശ്വസിക്കുകയും ഒരേ യേശുവിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥ ഐക്യം നാം കാണുക. ദൈവവചനം കേട്ട് യേശുവിൽ പ്രത്യാശ വെച്ച് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവരാണ് സഭയുടെ ബെനിഫിഷ്യറീസ്. സന്ദേശത്തിന് പ്രഘോഷകരാകുക എന്നുള്ളതാണ് ഈ മാതൃക കൊണ്ട് ലക്ഷ്യം വയ്ക്കുക. ഈ സഭാശാസ്ത്രം വളരെ ശക്തമായി യേശുവിൻ്റെ പ്രൊഫറ്റിക് മിനിസ്ട്രിയെയും ദൈവദിനത്തെയും ഊന്നിപ്പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത ദൗത്യത്തിന് ഈ മോഡൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ മോഡലിൽ ബിബ്ലിക്കൽ പ്രൊഫറ്റിക്കൽ മേഖലകൾ നമുക്ക് ഊന്നിപ്പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രാദേശിക സഭയും യേശുവിൻ്റെ മിഷണറിമാരാണ് എന്നുള്ള ചിന്തയിലൂടെ ദൈവദിന പ്രഘോഷണത്തിന്, എവഞ്ചലൈസേഷന്, പ്രേക്ഷിത ദൗത്യത്തിന് ഈ മോഡൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ദൈവദിനത്തിൻ്റെ സമ്പന്നമായൊരു ദൈവശാസ്ത്രം ഈ മോഡൽ അവതരിപ്പിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ ആഘോഷത്തോടും കൂദാശകളോടുമുള്ള ഓവർ എംഫസൈസ് കുറയ്ക്കുന്നതിന് ഈ മോഡൽ ഒരു പരിധിവരെ സഹായമായിട്ടുണ്ട്. ഈ മോഡലിന് പല പരിമിതികളും ദൈവശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവവചനം പ്രഘോഷിച്ചാൽ മാത്രം പോരാ, ദൈവവചനം മാംസം ധരിക്കണം. 4-ാമത്തെ മോഡൽ പഠിപ്പിക്കുന്നവരുടെ ചിന്തയനുസരിച്ച് യേശു ഇതുവരെയും മാംസം ധരിച്ചിട്ടില്ല, ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വാമൊഴിയായി പ്രഘോഷിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പത്തിലാണ് ഈ ചിന്താധാര കൂടുതൽ ഊന്നൽ നൽകുക. യേശു സഭയിൽ പഠിപ്പിക്കുക മാത്രമല്ല, യേശു ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത് തന്നെ പകുത്തു നൽകി. യേശു പഠിപ്പിക്കുക മാത്രമല്ല, യേശു അനേകർക്ക് വിശുദ്ധീകരണം നൽകി, പാപമോചനം നൽകി, യേശുവിൻ്റെ സ്നേഹം നൽകി, അനേകരെ ശുശ്രൂഷിച്ചു, രോഗികളെ സൗഖ്യപ്പെടുത്തി, ബന്ധിതർക്ക് മോചനം നൽകി. മാർജിനലൈസ് ചെയ്യപ്പെട്ടവരെയും പാപികളെയും ഒക്കെ കർത്താവ് ചേർത്ത് നിർത്തി. സഭ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ, യേശുവിൻ്റെ തുടർച്ചയാണെങ്കിൽ, 12 അപ്പോസ്തലന്മാരാൽ അടിസ്ഥാനമിട്ടപ്പെട്ട സഭയാണെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയും അതിനൊരു തുടർച്ചയുണ്ടായിരിക്കണം. ഒരു വിസിബിൾ ഹൈരാർക്കി അതിനുണ്ടായിരിക്കണം. അപ്പസ്തോലിക സംഘത്തിൻ്റെ പിന്തുടർച്ച അതിനുണ്ടായിരിക്കണം.
അതിനെയെല്ലാം ഈ മോഡൽ തള്ളിക്കളയുകയാണ്. കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാർ ഈ നാലാമത്തെ ചിന്താധാരയിൽ അത്ര സംതൃപ്തരല്ല. കാൾ ബാർത്തിൻ്റെ ഈ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ മോഡലിൽ പൂർണ്ണ സംതൃപ്തരല്ല. കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പഠിപ്പിക്കുക: ദൈവവചനം വായിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് യേശുവുണ്ട്. ജനം ഒന്നിച്ചുകൂടി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. 2 or 3 പേർ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് യേശു ഉണ്ടെന്ന് പ്രത്യേകമായിട്ട് യേശു അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ യേശു പ്രത്യേകമാംവിധം സന്നിഹിതമായിരിക്കുന്നു. അതിനാൽ ഈ കൂട്ടായ്മയിലെല്ലാം തന്നെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സഭയെന്ന് പറയുന്ന യാഥാർത്ഥ്യം. അത് ദൈവദിനത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പൊതുവായ ചിന്താധാര. കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിൽ സഭാചരിത്രത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്, കൂട്ടായ്മയാണ് സഭ. യേശുവിൻ്റെ അധികാരവും ശുശ്രൂഷയും ഈ ദൃശ്യസഭയിലൂടെയാണ് തുടരുന്നത്. എന്നാലും സഭ ദൈവവചനത്തിന് മുകളിലല്ല, ദൈവവചനത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. സമൂഹത്തിനു വേണ്ടി ദൈവവചനം വ്യാഖ്യാനിക്കാനും മുറിച്ചു നൽകാനുമുള്ള അധികാരം സഭയ്ക്കാണ്. അതുകൊണ്ട് സഭ പ്രൈവറ്റ് ഇൻ്റർപ്രിട്ടേഷൻസിനെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ വ്യക്തിപരമായ വ്യാഖ്യാനത്തെ സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിന് അവസാന വാക്ക് പറയേണ്ടത് സഭയുടെ പ്രബോധന അധികാരമാണ് എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ചിന്ത. ചുരുക്കത്തിൽ കന്യാകുമാരിയിലോ കാട്ടാക്കടയിലോ കാശ്മീരിലോ കാലിഫോർണിയയിലോ കത്തോലിക്ക സഭ ഒരു വേദഭാഗം വ്യാഖ്യാനിക്കുന്നതിൻ്റെ അടിസ്ഥാന ചിന്ത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ഓരോ വ്യക്തിയും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഇപ്രകാരം പറയും: there is only one pope in the Catholic Church, but in the Protestant Church everybody is the pope. എല്ലാവരും അവിടെ മാർപ്പാപ്പമാരാണ്. ഈ നാലാമത്തെ മോഡൽ, ഈ കാഴ്ചപ്പാട് സഭയുടെ പ്രവൃത്തിയെ, സാക്ഷ്യത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നു. സഭയൊരു സമൂഹത്തിലാണെന്നും ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുക സഭയുടെ ഉത്തരവാദിത്വമെന്നുള്ള കാഴ്ചപ്പാടിനെ നാലാം തലം പൂർണ്ണമായി നിരാകരിക്കുന്നു. നന്മയെയോ വികസനത്തെയോ സാമൂഹ്യ പ്രതിബദ്ധതയോ ഈ നാലാം മോഡൽ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. അഞ്ചാമത്തെ മോഡൽ അഥവാ മാതൃകയാണ്, ചിന്താധാരയാണ് ചർച്ച് ആസ് സെർവൻറ്റ്, സഭ ശുശ്രൂഷകയാണ്. ഒന്നാമത്തെ മോഡലിൽ സഭ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞപ്പോൾ സഭ ദൃശ്യമായ പുറമേയുള്ള മാനുഷികമായ കാര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു എന്ന് ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത്തെ തലത്തിൽ സഭ ആത്മീയമായ, ആന്തരികമായ, അദൃശ്യമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ മൂന്നാമത്തെ തലം ചർച്ച് ആസ് സാക്രമെൻറ്റ് എന്ന് പറഞ്ഞിടത്ത് യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒന്നും രണ്ടും സമീപനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സഭ ഒരു കൂദാശയാണ് എന്നുള്ള പഠിപ്പിക്കൽ. അപ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകി. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. വിശുദ്ധ കുർബാന ആരാധന സഭയെ സൃഷ്ടിക്കുന്നു, സഭയെ പ്രകടിപ്പിക്കുന്നു, സഭയെ വെളിപ്പെടുത്തുന്നു. സഭയിൽ ആരാധനയില്ലെങ്കിൽ സഭ തന്നെയില്ല. സഭയുടെ ജീവവായുവാണ് ആരാധന. അതുകൊണ്ട് ആരാധനയെ സഭയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു സഭാശാസ്ത്രമാണ് മൂന്നാമത്തെ ചിന്താധാര, ചർച്ച് ആസ് സാക്രമെൻറ്റ്. എന്നാൽ നാലാമത്തെ ചിന്താധാര ചർച്ച് ആസ് ഹെറാൾഡ്, സഭ പ്രഘോഷകയാണെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രൊഫറ്റിക് നേച്ചറിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് സഭയുടെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം സുവിശേഷം പ്രഘോഷിക്കുക, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണെന്നും ദൈവജനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട്, അതിൻ്റെ പ്രഘോഷണത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിശുദ്ധലിഖിതം വായിക്കുന്നിടത്ത്, വിശുദ്ധലിഖിതം വ്യാഖ്യാനിക്കപ്പെടുന്നിടത്ത് അവിടെ യേശു സന്നിഹിതനാണ്, അവിടെ യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. എവിടെ വചനം പ്രഘോഷിക്കുമോ അവിടെ യേശുവുണ്ട്, അവിടെ സഭയുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു എക്ലേസിയോളജി, സഭാശാസ്ത്രമാണ് നാലാമത്തെ തലത്തിൽ നമ്മൾ കണ്ടത്. യേശുവിൻ്റെ പ്രൊഫറ്റിക് നേച്ചറിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട്
എന്നാൽ അഞ്ചാമത്തെ തലം എന്ന് പറയുന്നത് ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് യേശുവിൻ്റെ മാനുഷികമായ സമീപനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു ചിന്താധാരയാണ്. സഭ ശുശ്രൂഷകയാണ്. സഭ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. വിശ്രുബാനെ അർപ്പിക്കുന്നിടത്ത് ഗോതമ്പപ്പം കർത്താവായി തീരുമെങ്കിൽ അവിടെ യേശു ഉണ്ടെങ്കിൽ അവിടെ സഭയുണ്ടെന്ന് പറഞ്ഞു. വചനം പ്രഘോഷിക്കുന്നിടത്ത് അവിടെ യേശുവുണ്ട്, അവിടെ സഭയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ചർച്ച് ആസ് സെർവൻറ്റ് എന്ന് പറയുന്നിടത്ത് പാവപ്പെട്ടവന്, വേദനിക്കുന്നവന് ശുശ്രൂഷ ചെയ്യുന്നിടത്ത്, അവനെ കരുതുന്നിടത്ത് അവിടെ അവൻ കൂദാശിയായിത്തീരും. ഗോതമ്പപ്പം അപ്പമായി മാറുമെങ്കിൽ, വിശ്വലിഖിതം കർത്താവിൻ്റെ സാന്നിധ്യമായി മാറുമെങ്കിൽ, വേദനിക്കുന്നവനെയും പരിത്യക്തനെയും വേലിക്കെട്ട് പുറത്തുള്ളവനെയും ശുശ്രൂഷിക്കുമ്പോൾ അവൻ കർത്താവാകും. നിങ്ങൾ എളിയവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള യേശുവിൻ്റെ ചിന്ത. അതുകൊണ്ട് സഭയുടെ പ്രഥമവും പ്രധാനമായ ദൗത്യം ശുശ്രൂഷയാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ അഞ്ചാമത്തെ ചിന്ത രൂപപ്പെട്ടു വന്നത്. യേശു ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. യേശു ശുശ്രൂഷിക്കാനും സുഖപ്പെടുത്താനും അനുരഞ്ജനപ്പെടുത്താനും മുറിവേറ്റവരെ വെച്ച് കെട്ടാനും അനേകർക്ക് കാരുണ്യം നൽകാനും കടന്നു വന്നവനാണ് യേശു. യേശു അസാധാരണമായ വിധത്തിൽ ഒരു നല്ല സമറായക്കാരനായിട്ട് തന്നെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, തകർച്ചകളിൽ, രോഗങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഇഴയെടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് യേശുവിൻ്റെ ജീവിതത്തിൽ നിരന്തരം പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാക്കിൽ മാത്രം ദൈവരാജ്യം പ്രഘോഷിച്ചാൽ പോരാ, പ്രവൃത്തിയിലും ദൈവരാജ്യ പ്രഘോഷണം നടക്കണം. ചർച്ച് ഷുഡ് ബി എ കമ്മ്യൂണിറ്റി ഫോർ അതേഴ്സ്. സഭ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാകണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന ചിന്താധാര. ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള അടിസ്ഥാന ചിന്ത ഈ അഞ്ചാമത്തെ മോഡൽ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. സഭ സമാധാനത്തിനു വേണ്ടിയും ദാരിദ്ര്യമകറ്റാനും വംശീയ അകൽച്ചകൾ ഇല്ലാതാക്കാനും അനുരഞ്ജനത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും സഭ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സഭ ലോകത്തിൽ ഇടപെട്ടുകൊണ്ട് സഭ ലോകത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ട് സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുമ്പോഴാണ് സഭ സഭയാകുന്നത് എന്നുള്ളതാണ് ഈ ചിന്താധാരയുടെ പ്രത്യേകത. നമ്മളിപ്പോൾ 5 മാതൃകകളാണ് കണ്ടത്, 5 ഡയമെൻഷൻസ്, സഭയെക്കുറിച്ചുള്ള 5 ചിന്താധാരകൾ. ചർച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സഭയുടെ സ്ഥാപനമാണ്. ചർച്ച് ആസ് മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ, സഭയൊരു ആത്മീക സംസർഗമാണ്. മൂന്നാമതായിട്ട് ചർച്ച് ആസ് സാക്രമെൻറ്റ്, സഭ കൂദാശയാണ്. നാലാമതായിട്ട് ചർച്ച് ആസ് ഹെറാൾഡ്, സഭ പ്രഘോഷകയാണ്. അഞ്ചാമതായിട്ട് ചർച്ച് ആസ് സെർവൻറ്റ്, സഭ ശുശ്രൂഷകയാണ്. ഈ 5 മോഡലിൽ ഏതാണ് നമ്മൾ താല്പര്യപ്പെടുക, ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ 5 മോഡലിൽ ഏതെങ്കിലും ഒന്നിനോട് നമുക്കൊരു താല്പര്യം കൂടുതൽ തോന്നിയേക്കാം. ഈ 5 മോഡലിൽ ഏത് മോഡലാണ് യഥാർത്ഥ സഭയെ പ്രതിനിധീകരിക്കുക? ആ ചോദ്യം നാം മുൻപോട്ട് വെക്കുമ്പോൾ ഉത്തരം വളരെ ക്ലിയറാണ്. ഈ 5 മാതൃകകളും ഡയമെൻഷൻസും നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഈ 5 കാര്യങ്ങളും സഭയെ സഭയാക്കുന്നതാണ്. അതിന് ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. ഈ 5 ഘടകങ്ങളും യഥാർത്ഥ സഭയുടെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില വ്യക്തികൾ പള്ളിയിൽ വന്നിട്ട് വികാരിച്ചോണ്ട് പറയും, അത് ഒന്നാമത്തെ മോഡലിനോട് കൂടുതൽ താല്പര്യമുള്ള സഭയുടെ സംഘടിത സംവിധാനം, സഭയുടെ കാനൂനിക സ്ട്രക്ചർ, അതിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആളുകൾ അച്ഛൻ്റെ അടുക്കൽ വന്ന് പറയും, അച്ഛാ എല്ലാം നിയമാനുസൃതമായിരിക്കണം, എല്ലാം കാനൂനികമായിരിക്കണം, എല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെ കർശനമായ കാനൻ ലോയുടെ കർശനമായ സഭാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം നിയമപരമായി കൃത്യമായി ചെയ്യുന്ന ഒരു സഭയായിരിക്കണം, ആ രീതിയിൽ വേണമെന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. മറ്റു കൂട്ടം ആളുകൾ വികാരിച്ചിൻ്റെ അടുക്കൽ വന്ന് പറയും, അച്ഛാ നമ്മുടെ സഭയിൽ ആത്മീയത ഇല്ല, നമുക്കെല്ലാം കാണപ്പെടുന്ന എല്ലാ സംവിധാനവും ഉണ്ട്, സ്കൂളും കോളേജും സംവിധാനങ്ങളും മെത്രാന്മാരും അച്ഛന്മാരും സന്യാസിനികളും നമുക്കെല്ലാ സംവിധാനവും ഉണ്ട്, ദേവാലയം എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ സഭയ്ക്ക് ആത്മീയത പോലെ ചില ആളുകൾ പരാതിപ്പെടുന്നതാണ്. അല്പം കൂടി ആത്മീയമായിട്ട് നമ്മൾ മുൻപോട്ട് വളരാനുണ്ട്. അവരെന്താ അർത്ഥമാക്കുക? ഈ കാണപ്പെടുന്ന ഈ സ്ട്രക്ചറിനുള്ളിൽ അദൃശ്യമായ ദൈവസാന്നിധ്യത്തെ വേണ്ടത്ര അവർക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും
സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ ആത്മീയത കുറേ കൂടെ ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന ദി ഇൻവിസിബിൾ ക്രൈസ്റ്റ്, അദൃശ്യമായ യേശുവിനെ കുറേ കൂടെ അനുഭവമാകണം, അതിന് ഊന്നൽ കൊടുക്കുന്ന ആളുകൾ എപ്പോഴും ആത്മീയതയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. സഭയ്ക്കുള്ളിലായിരിക്കുന്ന അദൃശ്യമായ യേശുവിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ആ ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോകും. മൂന്നാമത്തെ കൂട്ടർ ചർച്ച സാക്രമെൻറ്റ്, ഒരു കൗതാശികമായ ആരാധനപരമായ കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവർ എപ്പോഴും സഭയുടെ ആരാധന, വിശുദ്ധ കുർബാന, അതിൻ്റെ ഡെക്കോറമൊക്കെ പൂർണ്ണമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആരാധനയിൽ പങ്കെടുക്കാൻ. നമ്മുടെ പള്ളികളിൽ പലപ്പോഴും അതിന് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാരെ കുറ്റപ്പെടുത്താറുണ്ട്. ആരാധന കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ എല്ലാ ഡെക്കോറും കീപ്പ് ചെയ്ത് അന്ത്യോക്യൻ പാരമ്പര്യത്തിൻ്റെ നിറവിൽ അല്പം പോലും അതിന് കുറവില്ലാതെ വേണം അത് നടത്താൻ. അങ്ങനെ ആരാധനയോട് വലിയ ആഭിമുഖ്യമുള്ള ആളുകൾ, ആരാധനയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സമൂഹം, ആ കാര്യത്തിന് വികാരിച്ചിടകൾ വന്ന് അവരെ കൂടുതൽ നിർബന്ധിക്കാറുണ്ട്. നാലാമത്തെ കൂട്ടർ ചർച്ചാസ് ഹെറാൾഡ്, പ്രഘോഷകയായ സഭ എന്ന് പറയുമ്പോൾ മറ്റു കൂട്ടം ആളുകൾ വികാരിച്ചിടകൾ എന്ന് പറയും, എന്നുവെച്ചാൽ നമുക്കിവിടെ ഭയങ്കര ആരാധനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് നല്ലൊരു ധ്യാന കേന്ദ്രമുണ്ടോ, നമുക്ക് ഈ വർഷം നമ്മൾ എത്ര സുവിശേഷ പ്രഘോഷണം നടത്തി, ഒരു കൺവെൻഷൻ നമ്മൾ നടത്തിയോ. അപ്പോൾ ദൈവവചനത്തോടുള്ള വലിയ ആഭിമുഖ്യം, ദൈവവചനം നിരന്തരം പ്രഘോഷിക്കപ്പെടണം എന്ന് ബോധ്യമുള്ളവർ നിരന്തരം വചനപ്രഘോഷണ വേദികൾ സഭയിൽ രൂപപ്പെടണം, ഇടവേൽ രൂപപ്പെടണം. അങ്ങനെ ദൈവവചനത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവർ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞ് വികാരിച്ചിടകൾ വരും. അഞ്ചാമതൊരു കൂട്ടരുണ്ട്, അവർ വന്നിട്ട് പറയും, അച്ഛാ ഇവിടെ വലിയ പള്ളിയും വലിയ കുർബാനയും ഭയങ്കര ആരാധനയൊക്കെ നടക്കുന്നു, നല്ല കാര്യമാണ്. ഇവിടെ പന്തൽ കെട്ടി വലിയ വചനപ്രഘോഷണവും വലിയ കൺവെൻഷനുമൊക്കെ നടക്കുന്നു, നല്ല കാര്യമാണ്. 10-50 ലക്ഷം രൂപ മുടക്കിയാൽ വചനപ്രഘോഷണം നടത്തുക. അച്ഛാ ഈ ഇടവകയിൽ വിവാഹം കഴിക്കാനും പ്രായമായിട്ട് കല്യാണം കഴിക്കാത്ത എത്ര പെൺകുട്ടികളുണ്ടെന്ന് അച്ഛനറിയാമോ? ഈ ഇടവകയിൽ വീടില്ലാത്ത എത്ര വീട്ടുകാരുണ്ടെന്നറിയാമോ? ടാർപ്പാളം വലിച്ചിട്ട് കിടക്കുന്നവർ ഈ ഇടവകയിലുണ്ട്. ഇടവകയിൽ സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവരുണ്ട്, 3 നേരം ആഹാരം കഴിക്കാനില്ലാത്തവരുണ്ട്. അവരെക്കുറിച്ച് അച്ഛനറിയാമോ? അതുകൊണ്ട് ഇതൊന്നുമല്ല അച്ഛാ പ്രധാനപ്പെട്ടത്, ഈ ഇടവകയിലുള്ള വേദനിക്കുന്നവരെ ശുശ്രൂഷിക്കാൻ അച്ഛൻ കടപ്പെട്ടിരിക്കുന്നു, ഇടവക കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങളും വികാരിച്ചിൻ്റെ അടുക്കൽ പല രീതിയിൽ പലരും വന്ന് സംസാരിക്കും. അപ്പോൾ ഈ സഭയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള വികാരി അച്ഛൻ ഈ 5 കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതിനെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് 5-ന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ ഏതെങ്കിലും ഒന്നിന് അമിത പ്രാധാന്യം കൊടുത്തു പോയെങ്കിൽ സഭയുടെ യഥാർത്ഥ മുഖം നമുക്ക് നഷ്ടപ്പെടും. ആരാധന വേണ്ട, വചനപ്രഘോഷണം മാത്രം മതി എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വചനപ്രഘോഷണമേ വേണ്ട, ആരാധനയും കുർബാനയും മാത്രം മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ, ഇനി വചനപ്രഘോഷണവും ആരാധനയും വേണ്ട, സാമൂഹ്യ സേവനം മതി, പാവപ്പെട്ടവരെയും വേദനയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് പള്ളിയിലാണ് അടച്ചിട്ട് എല്ലാവരും സാമൂഹ്യ പ്രവർത്തനം ഇറങ്ങിയാൽ, അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ ഒന്നുപോലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. സഭയ്ക്കൊരു സംഘടിതമായ സ്ട്രക്ചർ വേണം. അപ്പസ്തോലന്മാരിൽ അധിഷ്ഠിതമായ ദൃശ്യമായ ഒരു സഭയാണ് യേശു സ്ഥാപിച്ചത്. പത്രോസേ, നീ പാറയാകുന്ന ഈ പാറമേൽ എൻ്റെ എക്ലേസ്യ ഞാൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് നേതൃത്വം നൽകുന്ന 12 അപ്പസ്തോലന്മാരടങ്ങുന്ന ഒരു സംഘത്തിനാണ് ദൗത്യം കൊടുത്തത്, അധികാരം കൊടുത്തത്, ശക്തി കൊടുത്തത്. ലോകാവസാനം വരെ ഈ ദൗത്യം തുടരും, ഈ ശക്തി തുടരും, ഈ അധികാരവും തുടരും. അതുകൊണ്ട് ദൃശ്യമായ ഒരു സംവിധാനം സഭയ്ക്കുണ്ട്, അതിനെ ആർക്കും തള്ളിക്കളയുക സാധ്യമല്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ പത്രോസിന് പിൻഗാമി എന്ന നിലയിൽ 266-ാമത്തെ മാർപ്പാപ്പ ഇന്നും സഭയുടെ തലവനായിട്ട് തുടരുന്നത്. ആ ദൃശ്യമായ ഘടന ഉള്ളപ്പോൾ തന്നെ ആ ദൃശ്യമായ ഘടനയെ ദൈവികമാക്കുന്നത് ഈ ദൃശ്യമായ ഘടനയ്ക്കുള്ളിൽ അദൃശ്യമായ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള സഭയുടെ ബോധ്യമാണ്. ദൃശ്യമായതൊക്കെ കാണുമ്പോഴും യേശുവിൻ്റെ അദൃശ്യമായ കരചലനം, സാന്നിധ്യം ഈ ദൃശ്യമായ ഘടനയ്ക്കകത്തുണ്ട്. അതാണ് സഭയെ സഭയാക്കുന്നത്, സഭയെ മുൻപോട്ട് നയിക്കുന്നത്. 3, 4, 5 തലങ്ങൾ: യേശുവിൻ്റെ പൗരോഹിത്യം, യേശുവിൻ്റെ പ്രവാചകത്വം, യേശുവിൻ്റെ രാജ്യത്വം. അല്ലെ, സഭ ശുശ്രൂഷിക്കേണ്ടവളാണ്, സഭ നയിക്കുന്നവളാണ്, ശുശ്രൂഷയിലൂടെയാണ് സഭ നയിക്കുന്നത്. ഈ 3 തലങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുക. അത് 3-ാമത്തെ തലം യേശുവിൻ്റെ പൗരോഹിത്യത്തിനും, 4-ാമത്തെ തലം യേശുവിൻ്റെ പ്രവാചകത്വത്തിനും, 5-ാമത്തെ തലം യേശുവിൻ്റെ രാജ്യത്വത്തിനും. യേശുവിൻ്റെ രാജ്യത്വം ഈ ലോകത്തിൻ്റേതല്ല. ഞാൻ ശുശ്രൂഷിക്കപ്പെടാനില്ല, ശുശ്രൂഷിക്കാനാണ് വന്നിരിക്കുന്നത്. ശുശ്രൂഷയായ സഭ
അപ്പോൾ ഈ 5 തലങ്ങളും ഒന്നിച്ച് ചേർത്ത് വെച്ച് വേണം സഭയെ നാം കാണാൻ. അപ്പോൾ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സമഗ്രമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, എല്ലാ മാതൃകകളെയും എല്ലാ ചിന്താധാരയും 5 ചിന്താധാരയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വേണം സഭ മുൻപോട്ട് വളരാൻ. അതാണ് യഥാർത്ഥ സഭാശാസ്ത്രം എന്നുള്ളതാണ് പൊതുവായിട്ട് നാം മനസ്സിലാക്കുക. അമേരിക്കയിലെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ അവറി ഡള്ളസ് എഴുതിയ മോഡൽസ് ഓഫ് ദ ചർച്ച് എന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഈ 5 സഭയുടെ മാതൃകകൾ നമ്മൾ ഇവിടെ വിവരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 2021 ഒക്ടോബർ മുതൽ 2023 ഒക്ടോബറിൽ അവസാനിക്കുന്ന ഒരു സൂനോദോസ് ഫോർ എ സിനഡൽ ചർച്ച്, സിനഡാത്മക സഭ. സിനഡാത്മക സഭ എന്ന ഈ ഒരു കാഴ്ചപ്പാട് നാളിതുവരെ നാം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു ചിന്താധാര സഭയ്ക്കുള്ളിൽ രൂപപ്പെടുന്നതിന് വേണ്ടി സഭ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഒരു സിനഡാത്മക സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുക? എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുക, വാക്കിംഗ് ടുഗദർ. പരിശുദ്ധാത്മശക്തിയിൽ യേശുക്രിസ്തുവിനോട് കൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഒരു തീർത്ഥാടക സഭയായി എല്ലാവരും, മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും ദേവജനവും എല്ലാവരും ഒന്നുചേർന്ന് ദൈവസന്നിധിയിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് നാം യാത്ര ചെയ്യുന്ന, വാക്കിംഗ് ടുഗദർ, സഹയാത്രികരായി നാം എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു പ്രക്രിയ. അതിനെയാണ് പൊതുവായിട്ട് സിനഡാത്മക സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഈ സിനഡാത്മക സഭ എന്നതിന് 3 ചിന്താധാരകളുണ്ട്. ഒന്ന് കമ്മ്യൂണിയൻ, കൂട്ടായ്മ. രണ്ടാമത് പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. മൂന്നാമതായിട്ട് എവഞ്ചലൈസേഷൻ, പ്രേക്ഷിത ദൗത്യം. ഈ 3 യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് വെച്ചാണ് ഈ സിനഡാത്മക സഭ എന്നുള്ള ചിന്താധാര സഭയിൽ മനസ്സിലാക്കപ്പെടുക. അതായത് എല്ലാവരും ഒരു കൂട്ടായ്മയിലായിരിക്കുന്നു. നാം എല്ലാവരും ശിരസ്സായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുവുമായി അഭേദ്യം ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ. നാം എല്ലാവരിലും ഒഴുകുന്നത് യേശുവിൻ്റെ രക്തമാണ്. നാം ശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കൂട്ടായ്മയാണ്. ആരെയും മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി ഒന്നിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഒരു കൂട്ടായ്മയുടെ സഹവർത്തിത്വത്തിൻ്റെ വലിയൊരു അനുഭവം. രണ്ടാമതായിട്ട് പങ്കാളിത്തം. ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. അവിടെ മെത്രാനും അച്ഛനും മാർപ്പാപ്പായും ഒരു വിഭാഗമായിട്ട്, അൽമാരും മറ്റൊരു വിഭാഗമായിട്ട് വേർതിരിക്കപ്പെടുന്ന ഇതല്ല. എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ്. അതായത് പരിശുദ്ധാത്മാവ് സഭയിൽ എല്ലാവരിലും ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരോടും സംസാരിക്കുന്നു. മാർപ്പാപ്പായോടും മെത്രാനോടും അച്ഛനോടും മാത്രമല്ല, എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അതുകൊണ്ട് എല്ലാവരെയും ശ്രവിക്കണം, എല്ലാവരെയും കേൾക്കണം. എല്ലാവരും പറയുന്നത് കേൾക്കാൻ സഭ ചെവി കൊടുക്കണം. സഭയിലെ ഏറ്റവും നിസ്സാരരെന്ന് കരുതപ്പെടുന്നവരോട് പോലും, അവരെപ്പോലും കേൾക്കാൻ സഭ മനസ്സ് കാണിക്കണം. അതുകൊണ്ട് എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന, എല്ലാവരുമായി പങ്കാളിത്തമുള്ള ഒരു കൂട്ടായ്മയുടെ ആ പങ്കാളിത്തത്തിൻ്റെ ഒരു മനോഭാവം സഭയിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. പങ്കാളിത്തം എന്നുള്ള ഈ ഒരു ചിന്ത, പാർട്ടിസിപ്പേഷൻ. മൂന്നാമതായിട്ട് പ്രേക്ഷിത ദൗത്യം. സഭ ഒന്നാകെ, അത് മാർപ്പാപ്പായും മെത്രാനും വൈദികരും അൽമായരും ആകുന്ന ഈ ദൈവജനം മുഴുവനും ഒരേ ലക്ഷ്യത്തിൽ യേശുവിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വം എല്ലാവരും അവരവരുടെ തലങ്ങളിൽ ഇത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ പ്രേക്ഷിത ദൗത്യം, ഈ 3 തലങ്ങളിൽ സഭ ഒന്നായി മുൻപോട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഒന്നിച്ചു നടക്കുമ്പോൾ അവിടെ പ്രായമുള്ളവരുണ്ട്, യുവാക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, രോഗികളുണ്ട്, പണ്ഡിതരുണ്ട്, സാധാരണക്കാരുണ്ട്, വിവിധ തലങ്ങളിൽപ്പെടുന്നവരുണ്ട്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് സഭയൊന്നാകെ ഒന്നിച്ച് മുൻപോട്ട് നടക്കുന്ന ഒരു യാഥാർത്ഥ്യം. എല്ലാവരെയും കേൾക്കുന്ന ഒരു സഭ. ആരെങ്കിലും സഭയിൽ കേൾക്കപ്പെടാത്തതായിട്ടുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാത്ത രീതിയിൽ അവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ മനോഭാവം, ആ ഒരു വലിയ സിനഡാത്മകത, അതാണ് സഭ വിഭാവനം ചെയ്യുക. പണ്ട് മെത്രാന്മാർ മാത്രമുള്ള സൂനോദോസ് കൂടിയിരുന്നെങ്കിൽ ഇന്ന് ഈ 2023 ഒക്ടോബർ നടക്കുന്ന സൂനോദോസിൻ്റെ ആ പ്രക്രിയയിൽ സഭയിൽ എല്ലാവരെയും ഈ സൂനോദോസിൻ്റെ ഭാഗമാക്കുകയാണ്. രൂപതാതലത്തിൽ
ഭൂഖണ്ഡതലത്തിൽ, സഭാതലത്തിൽ 3 തലങ്ങളിലാണ് ഈ സൂനോദോസിൻ്റെ മുൻപോട്ടുള്ള ചർച്ചകൾ നടക്കുക. രൂപതാതലത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ കുടുംബമുണ്ട്, വൈദിക ജില്ലകളുണ്ട്, അവിടെ ഇടവകയുണ്ട്, അവിടെ രൂപത ഒന്നായിട്ട് ആ രൂപതയിൽ എല്ലാവരുമായിട്ടും വിവിധ തലങ്ങളിൽ അവരെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സഭയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള ദൈവജനം, ഇടവകകൾ അല്ലെ രൂപതകൾ ഒന്നുചേർന്ന് പരസ്പരം കേൾക്കുന്നു. ഭൂഖണ്ഡം ഒന്നുചേർന്ന് പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം. അവസാനം സഭ മുഴുവനായി ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മ. ചുരുക്കത്തിൽ മെത്രാന്മാർ മാത്രം ഒന്നിച്ചിരുന്ന് അവർക്ക് കിട്ടുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൽ അവർ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറത്ത് സഭയിലെ എല്ലാ കുടുംബങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വലിയൊരു കൂട്ടായ്മയുടെ പങ്കാളിത്തത്തിൻ്റെ ഒരു അനുഭവമാണ് സിനഡാത്മക സഭ ഫോർ എ സെൻട്രൽ ചർച്ച് എന്ന ആശയത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. നമ്മൾ കണ്ടു ഒരു പിരമിഡൽ സ്ട്രക്ചർ എന്നുള്ള നിലയിൽ ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, പിന്നെ കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, ഏറ്റവും അടിയിൽ അൽമായർ. ദൈവത്തിൻ്റെ കൃപ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് അൽമായരിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പിരമിഡൽ സ്ട്രക്ചർ എന്നതിനപ്പുറത്ത് ഒരു സർക്കുലർ മോഡ്, അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ദൈവജനം മുഴുവൻ ഈ വൃത്തത്തിനുള്ളിൽ നിൽക്കുകയാണ്. ദൈവകൃപ താഴേക്ക് വരുമ്പോൾ അത് മെത്രാനിലും, അച്ഛനിലും, മാർപ്പാപ്പായിലും, സന്യാസിയിലും, ഒരു സാധാരണ അൽമായരിലും ഒരുപോലെയാണ് ദൈവത്തിൻ്റെ കൃപ താഴേക്ക് വരിക. എല്ലാവർക്കും ഈ കൃപ സ്വീകരിക്കാൻ സാധിക്കും. ഈ കൃപയിൽ വൈവിധ്യമുണ്ട്. അതുകൊണ്ട് ദൈവജനം എന്ന നിലയിൽ എല്ലാവരും ദൈവ മുൻപിൽ സമന്മാരാണ്. ഒരാൾ പോലും കൂടിയതും കുറഞ്ഞതുമല്ല. ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ പരിശുദ്ധാത്മ കൃപ സ്വീകരിക്കുമ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. എന്നാൽ ശുശ്രൂഷ മേഖലകളിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മെത്രാനും മാർപ്പാപ്പായ്ക്കും വൈദികർക്കും അവരുടെ മിനിസ്ട്രിയിൽ, ശുശ്രൂഷയിൽ അവർ പ്രത്യേകമായ നിയോഗം സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവർ എല്ലാവരും ഒരുപോലെയാണ്. നമ്മളെല്ലാവരും ഒരു വൃത്തത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ കൃപ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് കൃപ ലഭിക്കുക. അതുകൊണ്ട് എല്ലാവരെയും കേൾക്കണം. എല്ലാവരോടും കൂട്ടായ ചർച്ചയിലും എല്ലാവരെയും കേട്ടുകൊണ്ട് വേണം സഭയിൽ തീരുമാനമെടുക്കാൻ, സഭ മുൻപോട്ട് പോകാൻ എന്നുള്ള വലിയ വിശാലമായ ഒരു ദൈവജനത്തിൻ്റെ പീപ്പിൾ ഓഫ് ഗോഡ് എന്നുള്ള 2-ാം വത്തിക്കാൻ സൂനോദോസിൻ്റെ അടിസ്ഥാന ചിന്തയെ കുറേ കൂടെ ശക്തീകരിക്കുന്ന ചിന്തയാണ് ഫോർ എ സിനഡൽ ചർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സഭാശാസ്ത്രവുമായി ബന്ധപ്പെട്ട 4 എപ്പിസോഡുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. സഭാശാസ്ത്രം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ സഭാചരിത്രം ആരംഭിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.